എൻ്റെ ചെറുപ്പകാലത്തെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. ഒരു ദിവസം ഞാൻ ഒരാളുടെ വീട്ടിൽ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ അവിടെ ഞാൻ അന്ന് കണ്ട കാര്യം ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല. ഇന്നൊരു പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുണ്ടാവും. മൂത്രപ്പുരയുടെ മേൽ ചെറിയൊരു ഗോൾഫ് മൈതാനം അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്നത്തെ കാലത്ത് ഗോൾഫ് മൈതാനം, അത് മൂത്രപ്പുരയുടെ മേൽ. നിങ്ങൾ മൂത്രമൊഴിക്കാനിരിക്കുമ്പോൾ ഗോൾഫ് കളിക്കുകയായിരിക്കും. ഗൂഗിൾ ചെയ്താൽ മനസ്സിലാകും. പക്ഷേ അതൊരിക്കലും വാങ്ങരുത് കേട്ടോ. അവർ അവരുടെ സമയം വെറുതെ കളയുകയാണ്. മൂത്രപ്പുരയിൽ അകത്ത് പോകുമ്പോൾ ലിഖാഇൽ ഹാജ, എത്രയും പെട്ടെന്ന് തന്നെ കാര്യം സാധിക്കാനാണ്. അകത്തുപോയി ആശ്വാസം കണ്ടെത്തി തിരിച്ചു വരിക. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചൊല്ലേണ്ട ദുആ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. പിശാചിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടണം. അതിനകത്ത് ശൈത്താനുണ്ടാകും. അതുകൊണ്ട് പെട്ടെന്ന് പോയി തിരിച്ചു വരണം. ഒരിക്കലും ഗോൾഫ് കളിക്കാൻ നിൽക്കരുത്. ഒന്നും വായിക്കാനും നിൽക്കരുത്. കഴിഞ്ഞ ആഴ്ച വാട്സപ്പിൽ ഒരാൾ എനിക്കൊരു ചിത്രം അയച്ചു തന്നു. ഒരാൾ കാര്യം സാധിക്കാൻ ഇരിക്കുന്ന ചിത്രമാണത്. എന്നിട്ട് പറയുന്നു, അയ്യോ, ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ജനങ്ങളുടെ മനോഭാവം മാറിയിരിക്കുന്നു. മൂത്രമൊഴിക്കുന്നതിന് മുമ്പേ ഫോണിൽ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് നോക്കാം, മെസ്സേജുകൾ കാണാം. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരു എയർപോർട്ടിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി. മൂത്രമൊഴിക്കാൻ നോക്കുമ്പോൾ ബാത്റൂമിനകത്ത് നിന്ന് ഒരാൾ കുറേ നേരം സംസാരിക്കാൻ തുടങ്ങി. അയാളോട് എനിക്ക് തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു, ഒന്ന് വേഗം പുറത്തിറങ്ങൂ, ഒരുപാട് പേര് ഇവിടെ പുറത്ത് കാത്തു വെക്കുന്നുണ്ട്. അയാൾക്കൊരു ചായ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അയാൾ അതും അവിടെ നിന്ന് കുടിക്കുമായിരുന്നു. ഇതൊരു അപകടമാണ്, സൂക്ഷിക്കണം. ലോകത്തെ മുഴുവൻ ഇത് ബാധിച്ചിരിക്കുന്നു. എന്തിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് ആളുകൾക്ക് ഇന്നും അറിയുന്നില്ല. അള്ളാഹുവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മൂത്രമൊഴിക്കാൻ പോയാൽ വേഗം തിരിച്ചു വരണം. സ്കൈപ്പും വാട്സപ്പും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് ചെന്നെത്തുന്നത്. വല്ലാത്തൊരു അവസ്ഥയാണിത്. നമ്മളെല്ലാവരും സൂക്ഷിക്കണം. വീചാറ്റും ലൈനും ടാങ്കോയും വൈബറും അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്, പല ആപ്പുകൾ. അത് പക്ഷേ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നല്ലതാണ്, നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണല്ലോ. നമ്മൾ സ്വയം ചോദിക്കണം, നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവുമായി ചെറിയൊരു ബന്ധമെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അവനിലേക്ക് മടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ് ബാക്കിയുണ്ടാവുക?